ഹായ് വ്യൂവേഴ്സ്, എല്ലാവരെയും ഒരിക്കൽ കൂടി ലൂംസ് ഓഫ് ലക്ഷറി എന്ന പേജിലോട്ട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അഹത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്ന പ്യുവർ സിൽക്സിൻ്റെയും പ്യുവറായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ്ലൂം സാരീസിൻ്റെയും കളക്ഷനാണ് നമ്മൾ ലൂംസ് ഓഫ് ലക്ഷറി എന്ന പേജിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് സാരീസ് ഉള്ളത് കാരണം തന്നെ നമ്മുടെ പല കസ്റ്റമേഴ്സും പുതിയതായിട്ട് വരുന്ന പ്യുവർ സിൽക്സിൻ്റെ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ലൂംസ് ഓഫ് ലക്ഷറി എന്ന സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എക്സിബിഷൻ നമ്മൾ ടെസർ ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്യുവർ സിൽക്കിൽ വന്നേക്കുന്ന, എന്നാൽ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നേക്കുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസും പല്ലുവും വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. നമുക്ക് 1 by 1 ആയിട്ട് കണ്ടാലോ. ഇന്നത്തെ സാരീസിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളൂ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് SVS 107 എന്ന കോഡിലുള്ള സാരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സാരി എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാരി വെച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സാരി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഗോൾഡൻ ഓറഞ്ച് കളറും അതിനകത്ത് ഫ്യൂഷ്യ പിങ്ക് കോമ്പിനേഷനും. ഇന്നിപ്പോൾ ആ സാരി കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് ഫസ്റ്റ് സാരി. ഈ സാരിയിലെല്ലാം തന്നെ ബൂട്ട വീവിങ് പാറ്റേൺ ആണ് കേട്ടോ. ഇതെല്ലാം ഹാൻഡ്ലൂം സാരീസ് ആണ് കേട്ടോ. ഹാൻഡ്ലൂം സാരീസ് നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ എഡ്ജ് പോർഷൻ നോക്കിയാൽ മതി കേട്ടോ. അൺഈവൻനെസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്യുവർ ഇതാണെങ്കിലാണ്, പവർലൂം ആണെങ്കിലാണ് സ്ട്രെയിറ്റ് ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. ത്രൂ ഔട്ട് ദ സാരിയിൽ ഇതുപോലത്തെ ആ മജന്തയും ഒരു പേർപ്പിളും കൂടെ ടെൻഡഡ് ആയിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വോവൻ പാറ്റേൺ ആണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നേക്കുന്നത്. അപ്പോൾ ബ്രൈറ്റ് ലുക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ കസിൻ സിസ്റ്റേഴ്സിനോ ഒക്കെ താലമൊക്കെ എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും നല്ലൊരു ഓപ്ഷനാണ്. 6719 ആണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്യുവർ സിൽക്ക് സാരീസിൽ വന്നേക്കുന്ന കളക്ഷൻ. ഇതെല്ലാം ഡയറക്റ്റ് ഫ്രം വീവേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് എത്തിക്കാൻ പറ്റുന്നത്. പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, ഒട്ടും ഫ്ലാഷി അല്ലാതെ സട്ടിൽ ആൻഡ് എലിഗൻറ്റ് പാറ്റേണിൽ വന്നേക്കുന്ന പല്ലുവിൻ്റെ ലുക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഫ്യൂഷ്യ പിങ്ക് കളർ കോമ്പിനേഷൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എലിഗൻറ്റ് ലുക്കിൽ വരുന്നതാണ്. ബ്രൈറ്റ് ആൻഡ് എലിഗൻറ്റ് ലുക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൺ ഓഫ് ദ ഫേവറേറ്റ് അനദർ കളർ കോമ്പിനേഷൻ, ബ്ലാക്കും ടർക്കോയിഷ് ബ്ലൂ. വീഡിയോയിൽ ഈ കളർ കറക്റ്റായിട്ടാണോ കാണുന്നത്? കണ്ടോ, നല്ല ഭംഗിയുള്ള ബ്ലാക്കും ടർക്കോയിഷ് ബ്ലൂവും കോമ്പിനേഷനാണ് നെക്സ്റ്റ് വൺ. ഇതിൻ്റെയും കോഡ് ഞാൻ പറയാവേ. ഇതിൻ്റെ ബൂട്ട, ഓരോന്നിൻ്റെയും ബൂട്ട ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കോഡ് വന്നിരിക്കുന്നത് SVS 109 എന്ന കോഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ആ സീരീസ് 101 മുതൽ 109 വരെ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ ആദ്യം 2 സാരിയാണ് കണ്ടോ. ഇത് ഭംഗിയായി നോക്കി. എൻ്റെ ബൂട്ട റോസ് ഗോൾഡ് ജെറിയിൽ റോസ് ഗോൾഡ് ജെറിയിൽ വീവിങ് പാറ്റേൺ വന്നിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ളൊരു ബിഗ് ബൂട്ടാസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതെ, സാരി ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ സാരി ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് നിൽക്കും. ആൻഡ് ടർക്കോയിഷ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് നല്ല ഭംഗിയുള്ള ബ്ലൗസ്. ബ്ലാക്ക് കളറിലെയും റോസ് ഗോൾഡ് ജെറിയുടെയും ചെറിയ ലൈൻസോ അല്ലെങ്കിൽ ഈ ഒരു ട്വിസ്റ്റ് ഡിസൈൻസോ ഒക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. SVS 109 6117 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സട്ടിൽ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുണ്ട്. എന്നാലും സട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഭംഗിയുള്ള മറ്റൊരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ, മെറ്റാലിക് ഒലിവ് ഗ്രീനും അതിൻ്റെ കൂടെ ഇതിൻ്റെ കോഡ് SVS 108 ആണ് കേട്ടോ. അതിൻ്റെ കൂടെ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ഷെയ്ഡ്. ബ്രൗൺ എന്നും പറയാൻ പറ്റില്ല, ഇത് രണ്ടും ഒരു മെറ്റാലിക് ടോൺ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് വന്നേക്കുന്നതും ആ ഗ്രീനിൻ്റെ ടിൻറ്റഡ് ആയിട്ടുള്ള ലുക്കിൽ വന്നേക്കുന്നതാണ് എൻ്റെ വന്നേക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സാരി. എൻ്റെ ബൂട്ട ഒന്ന് ക്ലോസറിൽ കണ്ടോ, കണ്ടോ ബൂട്ട വന്നേക്കുന്നതും അതേപോലെ തന്നെ നല്ലൊരു എന്ത് ഫ്ലവർ എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. പെട്ടെന്ന് എനിക്ക് ആ ഫ്ലവറിൻ്റെ പേര് കിട്ടുന്നില്ല. ഇതാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. ആൻഡ് ആ ഒലിവും നീംസെറി കൺസെപ്റ്റിലാണ് വന്നേക്കുന്നത്. ആ ഒരു ജെറിയും ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. പല്ലുവിൻ്റെ പോർഷനിൽ ആ ഒരു ബോഡിയിൽ വന്നേക്കുന്ന ബ്രൗണും കോപ്പറിഷ് പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ഒലിവ് കളറിലുള്ള പ്ലെയിൻ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ വെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ക്രീം ബേസ്. ഇപ്പോൾ തീം ബേസ്ഡ് ആയിട്ടുള്ള വെഡ്ഡിങ്സ് ആണല്ലോ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉടുക്കാനായിട്ട് ക്രീം കളർ തന്നെ ഉടുത്താൽ എനിക്കൊരു ഇച്ചിരി കോൺഫിഡൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയതാട്ടോ കോമ്പിനേഷൻ. എന്നൊരു ചന്ദനം ചേർന്ന
ചേർന്നിട്ടുള്ളൊരു ക്രീം ഷെയ്ഡ്. ബൂട്ടാസ് കണ്ടോ, എല്ലാത്തിൻ്റെയും ബൂട്ടാസ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ബൂട്ടാസാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെയാണ് വന്നേക്കുന്നത്. ആൻഡ് റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു. ഇതിൻ്റെ എല്ലാം പല്ലൂസ് ഒട്ടും ഫ്ലാഷി അല്ലാത്ത സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന പല്ലുവാണ്. ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ദേ ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ചന്ദനം ക്രീം വിത്ത് ആ ഒരു ഇതാണ്. ഇതിനകത്ത് വന്നേക്കുന്നത് പേർപ്പിളും ബ്രൗണും കൂടെ, കോപ്പറും കൂടെ ചേർന്നിട്ടുള്ള ജെറിയും ത്രെഡുമാണ് കേട്ടോ. കോപ്പർ ജെറിയും പേർപ്പിളും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ ആൻറ്റി കോപ്പറിൻ്റെ കൂടെ പിങ്ക് ജെറിയും കൂടെ വന്നിട്ടുള്ള ബ്ലാക്ക് സാരി. ബ്ലാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. SBS 105 എന്നാണ് ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് ഈ സാരി ഓപ്പൺ ചെയ്ത് കാണാം. ഈ സാരിയൊക്കെ ഉണ്ടല്ലോ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ല രസമുണ്ടല്ലോ എന്നുള്ള ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. കേട്ടോ സാരിയുടെ ലുക്ക് ഇതൊരു റെഡിഷ് ടോൺ ആയിട്ടാണ്, ബ്ലാക്ക് ആയത് കാരണം നമുക്ക് തോന്നുന്നത്. ആക്ച്വലി അതിൻ്റെ പേഴ്സണലി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കളർ വന്നേക്കുന്ന ഒരു പിങ്കും കോപ്പറും കൂടെ മേർജ് ചെയ്തിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. കാരണം അതിൻ്റെ ത്രൂ ഔട്ട് ദ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത് പീകോക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ട്രീ പാറ്റേൺ എന്ന് പറയും. ഫേസ് ഇല്ലാതെ പീകോക്കിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ട്രീ പാറ്റേൺ ആണ്. ആൻഡ് റിച്ച് ആയിട്ട് നിൽക്കുന്ന അതേപോലെ തന്നെ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിങ്ങുമാണ് വന്നേക്കുന്നത്. ആ പല്ലുവിൻ്റെ ക്ലോസർ വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ജാൽ പാറ്റേൺസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ജാൽസ് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയത് കാരണം കയ്യിൽ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ബൂട്ട കണ്ടോ, വി പാറ്റേണിൽ, അത് ആ കൈയുടെ ലോവറിൽ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഈ സെയിം കളർ ജെറി ഞാൻ നേരത്തെ ജെറിയുടെ വീഡിയോ നമ്മുടെ ഡെയിലി കളക്ഷൻസിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കളേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ബ്ലൗസിനകത്ത് എന്തെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ അല്ല വന്നേക്കുന്നത്, ബ്ലൗസിനകത്ത് എന്തെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. SBS 105 എന്നാണ് കോഡ് വന്നേക്കുന്നത്. 6,719 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് റെയർ കോമ്പിനേഷൻസ്. റെയർ കോമ്പിനേഷൻസ് ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുണ്ട്. ഗൗരി എപ്പോഴും പറയാറുള്ളതല്ലേ ഒരു കളറല്ലേ, പീച്ചും ടർക്കോയിഷ് ബ്ലൂവും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ട സാരിയിലും സോഫ്റ്റ് സിൽക്ക് സാരീസിലും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗോൾഡൻ പീച്ച് കളർ, അതായത് യെല്ലോയുടെയും പിങ്കിൻ്റെയും കോമ്പിനേഷൻ ചേർന്ന് വന്നിട്ടുള്ള സാരിയാണ്. ബൂട്ടായിൽ വന്നേക്കുന്നത് ലീഫ് ഡിസൈനാണ്. അതിനകത്തും ആ ഒരു മോഡേൺ ഡിസൈൻ പാറ്റേൺ ആണ്. കണ്ടോ, വീവിങ്ങിനകത്ത് തന്നെ ആ ഒരു ഗ്രഡേഷനും ഗ്രേഡിയൻസും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള, ചെറുതായിട്ട് എംബോസ്ഡ് ഇഫക്റ്റും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള സാരിയാണ്. ആ യെല്ലോയും അതുപോലെ തന്നെ ഓറഞ്ചിഷ് പിങ്കിഷ് ഓറഞ്ച് കളറും കൂടെ ചേർന്നിട്ടാണ് വന്നേക്കുന്നത്. അത് യാൻസിൻ്റെ ആ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് അനുസരിച്ച് അതിന് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് വീഡിയോയിൽ കാണാമല്ലോ കളർ ഷെയ്ഡ്സിൻ്റെ വേരിയേഷൻ. ഫേസിന് നല്ലൊരു ബ്ലഷ് ഇട്ട പോലത്തെ ഫീൽ കിട്ടുന്ന സാരിയാണ് കേട്ടോ. അതുണ്ടോ, ഫേസിലും ആ റിഫ്ലക്ഷൻ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, ഡിഫറെൻറ്റ് കളറാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്, ടർക്കോയിഷ് ഷെയ്ഡ്. ഇതാണ് എൻ്റെ സാരിയും ബ്ലൗസും വെയർ ചെയ്യുമ്പോൾ വരുന്ന കളർ ഷെയ്ഡ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് 2 കളറാട്ടോ നമ്മളിപ്പോൾ കണ്ടേ. ഒന്ന് ഒരു ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡും, ഇപ്പോൾ രണ്ടാമത് വന്നേക്കുന്നത് ഒരു വീവിങ് പാറ്റേണിനകത്താണ് ആ ഷെയ്ഡിങ് വന്നേക്കുന്നത്. സിംഗിൾ കളറാണ് സാരി വന്നേക്കുന്നത്, മോവ് ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര ഒരു എലിഗൻറ്റ് സിമ്പിൾ സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന ഒരു സാരി. ആൻഡ് ജെറിയുടെ കളർ വന്നേക്കുന്നുണ്ടല്ലോ, ജെറി കളർ വന്നേക്കുന്നത് ആക്ച്വലി കോപ്പറിൻ്റെ കൂടെ ആ ഒരു ഗ്രീൻ ടോണാണ് കയറിയിരിക്കുന്നത്, ഒലിവ് ഗ്രീൻ്റെ ടോൺ. അതായത് ഒരു ഡസ്റ്റി ഗ്രേപ്പ് കളറിനകത്ത് ഒലിവ് ഗ്രീൻ ആൻഡ് കോപ്പറിൻ്റെ മേർജാണ് വന്നേക്കുന്നത്. യെസ്, അത് ഞാനിപ്പോൾ ഓർത്തത് അവിടെ നിന്ന് മറിഞ്ഞു വീഴുമായിരിക്കുന്നു. ഇതുണ്ട് പല്ലുവിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഒന്ന് ക്ലോസറിൽ നോക്കി, എന്ത് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആണ്. സാധാരണ നമ്മൾ കാണുന്ന പല്ലുകളിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡീറ്റെയിലിംഗ് ആണ്. മുകളിലൊരു ഫ്ലോറൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ജോമെട്രിക്കൽ ജാൽ ഡിസൈൻ ത്രൂ ഔട്ട് ദ സാരിയിലും, അതുപോലെ തന്നെ ജാൽ പാറ്റേൺ, ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. സെയിം കളറിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസുമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബൂട്ടയും ഒന്ന് ക്ലോസറിൽ കാണിച്ചു കേട്ടോ. ബൂട്ട വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലോറൽ ബഞ്ച് ആയിട്ടുള്ള ബൂട്ട ഡിസൈനുമാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എഗെയിൻ, ഇത് ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആക്ച്വലി അത് ഗ്രീൻ കളറാണ് കേട്ടോ, ബോട്ടിൽ ഗ്രീൻ കളറാണ്. നല്ല ഡാർക്ക് ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ബോട്ടിൽ ഗ്രീൻ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറില്ലേ. എല്ലാവർക്കുമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിൽക്ക് സാരീസ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമ്മൾ അവൈലബിൾ ആക്കുകയാണ് കേട്ടോ. അത് ഈ റേഞ്ചാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്. പ്യുവർ സിൽക്ക് സാരീസാണ്,
പ്യുവർ സിൽക്ക് ഫാബ്രിക്കിനകത്ത് നമ്മൾ വീവ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസ്. ഇതിൻ്റെ ഇത് കണ്ടോ, ആ ഒരു റൂട്ട്സിൻ്റെയൊക്കെ പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിൻ്റെയൊക്കെ പോലത്തെ ഡിസൈൻ പാറ്റേൺസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതാണ് സാരിയുടെ ലുക്ക്. ത്രൂ ഔട്ട് ദ സാരിയിൽ ബൂട്ട വീവിങ് പാറ്റേൺ ആണ്. എന്നും നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസസിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റുന്ന സാരീസാണ് ഇന്ന് നമ്മൾ കണ്ടതല്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 സാരീസ് നമ്മൾ സിംഗിൾ കളർ ടോണിലാണ് കണ്ടത്. ഒന്ന് ഒരു ഗ്രേപ്പിൻ്റെ ഷെയ്ഡിലുള്ളത്, ഇതിപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്. ഇത് ബ്ലാക്ക് അല്ല, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ്. അതിൻ്റെ യാൻസ് നേവി ബ്ലൂവും ഡാർക്ക് ബോട്ടിൽ ഗ്രീനും കൂടെ ഉള്ള മേർജിങ് കോമ്പിനേഷനിലാണ് എൻ്റെ യാൻസ് വന്നിരിക്കുന്നത്. പിങ്ക് ജെറിയാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഈ ഡിസൈനൊക്കെ ഇപ്പോൾ കയ്യിൽ വർക്ക് വേണമെന്നുള്ളവർക്ക് ഇതുപോലത്തെ ഒരു ട്വിസ്റ്റ് ഡിസൈൻ കയ്യുടെ എൻഡത്തിൽ കൊടുത്തിട്ട് ഷുഗർ ബീഡ്സിൻ്റെ ഒരു സ്പ്രെഡ് മാത്രം കൊടുത്താൽ ഇപ്പോൾ ഈ ഒരു ലുക്കില്ലേ, അതുപോലെ ഷുഗർ ബീഡ്സിൻ്റെ ഒരു സ്പ്രെഡ്, പിങ്ക് ജെറിയുടെ ഫ്രഞ്ച് നോട്ട് ഇച്ചിരിയും കൂടെ റിച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിങ്ക് ജെറിയുടെ ഫ്രഞ്ച് നോട്ടൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കോഡ് വന്നേക്കുന്നത് SVS 102 എന്ന കോഡിലാണ് ഈ സാരി വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളർ സാരി കേട്ടോ. പിന്നെ അപ്പർ പോർഷനിലാണ് ഈ സാരീസിലെല്ലാം തന്നെ അപ്പർ പോർഷനിൽ ക്ലോസർ ആയിട്ടും പ്ലീറ്റ്സിൻ്റെ പോർഷനിലോട്ട് വരുമ്പോൾ ഇച്ചിരിയും കൂടെ ഗ്യാപ്പ് ആയിട്ടുമാണ് എൻ്റെ ബൂട്ടാസ് വന്നിട്ടുള്ളത്. കാണാമല്ലോ അല്ലേ, ഗ്യാപ്പ് ആയിട്ടാണ് എൻ്റെ ബൂട്ടാസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ ലാസ്റ്റ് സാരി എല്ലാവരുടെയും ഫേവറേറ്റ്. ഞാൻ എല്ലാ സാരി എടുക്കുമ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് എന്ന് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, സാരീസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു സാരീസിൻ്റെയും ഭംഗി. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള, നമ്മൾ പൊതുവേ സാരി എടുക്കാൻ പോകുമ്പോഴും ഞാനൊക്കെ ആണെങ്കിലും എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയൂലേ ഏത് കളർ വേണം. ഞാനിങ്ങനെ മെറൂൺ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം ഞാൻ എടുത്തത് ഒരു ഗോൾഡൻ ക്രീം കളർ സാരിയായിരുന്നു കേട്ടോ. ഫുൾ വർക്ക് ചെയ്തൊരു ഗോൾഡൻ ക്രീം കളർ സാരിയായിരുന്നു. നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്ന ഒരു സാരിയാണ്. ആൻഡ് പീകോക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസിൻ്റെയൊക്കെ കൂടെ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ ഇല്ലിയുടെ ഒരു കൊമ്പ് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്നില്ലേ? കുഞ്ഞു ഇലകളായിട്ട് ഇല്ലിക്കൊമ്പിൻ്റെ ഒരു ഇതായിട്ട് നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡഡ് ടോണിൽ വന്നേക്കുന്ന ടർക്കോയിഷിൻ്റെയും റോയൽ ബ്ലൂവിൻ്റെയും കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു പീകോക്കിൻ്റെ ഷെയ്ഡ് ഫിനിഷിങ് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സാരിയിൽ പിങ്ക് ജെറി ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും സട്ടിലായിട്ട് നിൽക്കുന്ന സിഗ്സാഗ് വീവിങ് പാറ്റേൺ ആൻഡ് ഗോപി ഡിസൈൻ. ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും അതേപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് സാരീസ് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് 6,719 പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വിസിറ്റ് ചെയ്യുക. നമ്മുടെ ട്രിവാൻഡ്രത്തെ സ്റ്റോറിലോ അല്ലെങ്കിൽ കൂത്താട്ടത്തെ സ്റ്റോറിലോ തലർക്കുമ്പത്തെ സ്റ്റോറിലോ അല്ല, ഓൺലൈനായിട്ട് വേഗം പർച്ചേസ് ചെയ്തു കേട്ടോ. ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്യുന്ന www.aham.store SVS 101 മുതൽ 109 വരെയുള്ള കോഡാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 6,719.